പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരിക്കലെങ്കിലും ബീറ്റ്റൂട്ട് ഇതുപോലെ തോരനൊന്ന് വെച്ച് നോക്കണേ. അരയ്ക്ക പോലും വേണ്ടാന്നേ, പെട്ടെന്ന് തന്നെ റെഡിയാക്കുകയും ചെയ്യാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണണം. ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ഞാനിവിടെ 2 ബീറ്റ്റൂട്ടും ഒരു വലിയൊരു സവാളയും കൂടെ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ടേ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി ഇല്ലേ, അത് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് എരിവുള്ള മുളക് പൊടി ഉണ്ടല്ലോ, അതാണ്. അത് ഏകദേശം ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല. ഇനി കുറച്ച് കറിവേപ്പില കൈ കൊണ്ടൊന്ന് പിച്ചി കീറിയിട്ട് അതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാമേ. ഇനി നമുക്ക് പാകത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഉണങ്ങിയ തേങ്ങ എടുക്കരുത്, ഇച്ചിരി നനവുള്ള തേങ്ങയാണ് കുറച്ച് നല്ലത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് പൊടി, തേങ്ങ, കുറച്ച് കറിവേപ്പില. അതൊന്ന് തട്ടിപ്പൊത്തി വെച്ചതിന് ശേഷം നമുക്ക് കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പം ഒരു വറ്റൽമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ട് ഈ അരപ്പൊക്കെ ചേർത്ത് തിരുമ്മി വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ട് കൂട്ടില്ലേ, അത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കൈവെള്ളം ഒന്ന് കുടഞ്ഞു കൊടുക്കാം. ഇത് പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്. കമത്തി അടച്ച് വെക്കുമ്പോഴത്തേക്കും ബീറ്റ്റൂട്ട് എന്തായാലും പെട്ടെന്ന് വെന്ത് കിട്ടും. കാരണം ആ ഉള്ളിയുടെ നനവ് കൊണ്ട് ബീറ്റ്റൂട്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്കത് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തുറന്ന് നോക്കിയിട്ടുണ്ട്. ഏകദേശം ഒന്ന് 1/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇത്രയും വെന്താൽ പോരാ, കുറച്ചും കൂടെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ തട്ടിപ്പൊത്തിയതിന് ശേഷം ഒന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കാമേ. എന്നിട്ടിത് 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ദേ ഏകദേശം നന്നായിട്ട് ഇങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു ഗരം മസാലയുടെയൊക്കെ മണമുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ ബീറ്റ്റൂട്ട് കഴിക്കാത്തവരും കഴിച്ചു പോകും. കാരണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക്. ലാസ്റ്റ് കുറച്ച് ഒരു 2 നുള്ള് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കും. ലാസ്റ്റ് ചേർക്കുമ്പം ആ ഒരു ഫ്ലേവർ കുറച്ചും കൂടെ നന്നായിട്ട് അറിയാൻ പറ്റും, അതുകൊണ്ടാണ്. ഇനി വെള്ളപ്പറ്റ് ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട് ചിക്കി തോർത്തി നന്നായിട്ട് ഇങ്ങനെ ഒന്ന് എടുക്കണേ. ഇനി ചെറുതായിട്ട് നമ്മളിങ്ങനെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം, അതിൻ്റെ അധികമുള്ള വെള്ളമൊക്കെ പോകാൻ വേണ്ടി. അതൊക്കെ കഴിഞ്ഞിട്ട് തട്ടിപ്പൊത്തി ഒന്ന് അമർത്തി വെച്ച് കൊടുക്കണം, ആ ഒരു ചൂടിലിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാറായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വേറൊരു വീഡിയോ ആയിട്ട് വേഗം തന്നെ വരാം. ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.